കൃഷ്ണൻ ജനിച്ചയുടനെ ദൈവീക ഇടപെടൽ മൂലം ദേവകിയുടെയും വസുദേവരുടെയും അറയിലെ കാവൽക്കാർ ഗാഠനിദ്രയിലായി, പൂട്ടുകൾ തുറന്നു. നവജാത കൃഷ്ണനെ ഒരു കൊട്ടയിൽ കിടത്തി വസുദേവർ ഗോകുലത്തിലേക്ക് പോയി. യമുനാ നദിയിൽ എത്തിയപ്പോൾ മഴ കാരണം നദിയിൽ നല്ല ഒഴുക്ക് ഉണ്ടായിരുന്നു. കുഞ്ഞു കൃഷ്ണന്റെ ജീവൻ രക്ഷിക്കുന്നതിനു വേണ്ടി യമുനാ നദി കുറുകെ കടക്കാൻ വസുദേവർ തീരുമാനിച്ചു. അതിനാൽ സ്വന്തം ജീവൻ പോലും ഭയപ്പെടാതെ വസുദേവർ നദിക്ക് കുറുകെ നടക്കാൻ തുടങ്ങി. ഓരോ ചുവടും വെള്ളം കുറഞ്ഞു. വിഷ്ണുവിന്റെ സർപ്പമായ ആദിശേഷൻ കുഞ്ഞു കൃഷ്ണനെ മഴയിൽ നിന്ന് രക്ഷിച്ചു. ഗോകുലത്തിൽ എത്തിയപ്പോൾ നന്ദന്റെ ഭാര്യ യശോദ ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ചിരിക്കുന്നതായി കണ്ടു. യോഗമായയുടെ അവതാരമായ യശോദയുടെ നവജാത കുഞ്ഞിനെ പതുക്കെ എടുത്ത് കൃഷ്ണനെ ആ കുഞ്ഞിന്റെ സ്ഥാനത്ത് കിടത്തി. പിന്നെ ആ പെൺകുഞ്ഞിനെയും കൊണ്ട് വസുദേവർ മധുരയിലെ തടവറയിലേക്ക് മടങ്ങി. ദേവകിയുടെ 8ാമത്തെ മകനെക്കുറിച്ച് പ്രവചനത്തിൽ പറഞ്ഞിരുന്നതിനാൽ കംസൻ പെൺകുഞ്ഞിനെ രക്ഷിക്കുമെന്ന് ദേവകിയും വസുദേവരും പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ കംസൻ അത് കാര്യമാക്കിയില്ല. കുഞ്ഞിനെ അവരുടെ കൈകളിൽ നിന്ന് തട്ടിയെടുത്ത് ഒരു ചുമരിലേക്ക് എറിഞ്ഞു. അത്ഭുതകരമായി കുഞ്ഞ് ദുർഗാദേവിയായി രൂപാന്തരപ്പെടുകയും ദേവകിയുടെ 8ാമത്തെ മകൻ ജീവിച്ചിരിപ്പുണ്ടെന്നും ഒരു ദിവസം തേടി വരുമെന്നും കംസനെ വധിക്കുമെന്നും ക്രോധത്തോടെ അറിയിക്കുകയും ചെയ്തു.